വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന 4th ചാപ്റ്ററിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാലാമത്തെ പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് പാർട്ടാണ്. 5 പാർട്ടില്ല, 4 പാർട്ടോട് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള പരീക്ഷയ്ക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് പിന്നീട് നമ്മൾ ചെയ്യും. അതിൽ പേജ് നമ്പർ 97 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the perimeter of a rectangle is 42 meters and its diagonal is 15 meters. So what are the lengths of its sides? First question ആ പേജിൽ ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ്. റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ അല്ലേ, റെക്ടാങ്കിൾ അതിൻ്റെ പെരിമീറ്റർ ആണ് എത്ര? 42 എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗണൽ പറഞ്ഞിട്ടുണ്ട്. ഡയഗണലിൻ്റെ ലെങ്ത് എത്ര? 15 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 42 മീറ്റർ ആകുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. 4 സൈഡും കൂടെ പ്ലസ് ഇവിടെ അതിൻ്റെ സമ്മാണ് ഇത് 42 എന്ന് പറയുന്നത്, അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡിൻ്റെ സമ്മ എന്തായിരിക്കും? 21. അങ്ങനെ ആകുമ്പോൾ ഒരു സൈഡിനെ നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? 21 മൈനസ് എക്സ്. കാരണം ഇതും കൂടെ പ്ലസ് ഇവിടെ 21. അതിൽ ഒരു സൈഡ് നമുക്ക് ഇതിൽ കൊടുക്കാം, എക്സ് കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡ് എന്തായിരിക്കും? 21 മൈനസ് എക്സ്. നമുക്കിവിടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? ഈ വശങ്ങളുടെ നീളങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത് കാണണം, ഇത് തന്നെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു റെക്ടാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വലാണ്. എക്സ് കിട്ടുകയാണെങ്കിൽ ഇതായിരിക്കും എക്സ്, ഇവിടെ 21 മൈനസ് എക്സ്, ഇവിടെ 21 മൈനസ് എക്സ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു റെക്ടാങ്കിളിൻ്റെ ട്രയാങ്കിളാണ് അല്ലേ. ഒരു റെക്ടാങ്കിളിൻ്റെ 4 കോർണറും എന്തായിരിക്കും? എത്ര ഡിഗ്രി വീതമായിരിക്കും? 90 ഡിഗ്രി മട്ടുകൊണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്കിതിനെ പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടൻയൂസ് സ്ക്വയർ. പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടൻയൂസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടൻയൂസ് സ്ക്വയർ. പാദം ബേസ് 21 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ബേസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടൻയൂസ് സ്ക്വയർ. ഇതാണ് 15 സ്ക്വയർ. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടൻയൂസ് സ്ക്വയർ. ഇവിടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ഈ ഐഡന്റിറ്റി ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം 21 സ്ക്വയർ എ സ്ക്വയർ, അപ്പോൾ അത്ര 441 മൈനസ് 2ab 2 ഇൻറ്റു 21 ഇൻറ്റു എക്സ്, അപ്പോൾ അത്ര 42 എക്സ് പ്ലസ് ബി സ്ക്വയർ, ബി എത്ര? എക്സ് സ്ക്വയർ പ്ലസ് എന്താണ്? വീണ്ടും എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 15 സ്ക്വയർ, എത്ര? 225. ഇനി 1x സ്ക്വയർ പ്ലസ് 1x സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 42x. ഇനി അടുത്ത പ്ലസ് 441, അപ്പുറത്ത് കിടക്കുന്ന പ്ലസ് 225, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 225 ഈസ് ഈക്വൽ ടു 0. കണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2x സ്ക്വയർ മൈനസ് 42x പ്ലസും മൈനസും അല്ലേ. ഡിഫറെൻറ്റ് സൈനുകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് കാണുക. 441 225 മൈനസ് ചെയ്യണം. അത്ര 216 വലുത് സൈൻ അല്ലെ, ഗ്രേറ്റർ സൈൻ കൊടുക്കാം. പ്ലസ് 216 ഈസ് ഈക്വൽ ടു 0. ഇതെല്ലാം 2യുടെ ഡിവിസിബിളാണ് അല്ലേ, രണ്ടുകൂടെ എല്ലാം വേണ്ടി പോകും. അപ്പോൾ അതൊരു എക്സ് സ്ക്വയർ മൈനസ് ഹാഫ് എടുത്താൽ മതി. 21x പ്ലസ് എന്താണ്? 108 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതാം. എന്താണ്? a ഈസ് ഈക്വൽ ടു a is equal to എത്ര? 1. ഇതിൻ്റെ താഴെ എഴുതണം 1. b is equal to minus 21. c is equal to 1.8. രണ്ടൊന്ന് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിൻ്റെ സെറ്റപ്പൊക്കെ മാറും, വലിയ ബോർഡൊക്കെ വരും, അതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഒരു സംതൃപ്തി ഇടാം. ഓക്കെ. അപ്പോൾ c is equal to എത്രയാണ്? 108. അപ്പോൾ a1 b മൈനസ് 21, c ഇതാണ് 108. ഇനി അടുത്ത് ചെയ്യേണ്ടത് അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു ഇതാണ് ബി സ്ക്വയർ മൈനസ് 21 സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു എ എത്ര? 1 ഇൻറ്റു സി 108 മൈനസ് 21 ഇൻറ്റു മൈനസ് 21 441 മൈനസ് മൈനസ് പ്ലസ് ആണ് ഓർത്തോണം. സ്ക്വയർ പുറത്തേക്ക് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. 4 ഇൻറ്റു 1 4 4 ഇൻറ്റു 108 432 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9.
അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac will be 9. Therefore x is equal to minus b. ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഈ എക്സ് കണ്ടുപിടിക്കാവുന്നതാണ്. പ്ലസ് ഓർ മൈനസ് സോർട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac divided by 2a is equal to minus b. b ഇവിടെ എത്ര -21, രണ്ട് മൈനസ് ആയി കണ്ടല്ലോ. പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഇവിടെ എത്ര 9 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എത്ര 1. മൈനസ് മൈനസ് പ്ലസ് ആയി 21 പ്ലസ് ഓർ മൈനസ് ഇതിന്റെ റൂട്ട് എത്ര സ്ക്വയർ റൂട്ട് എത്രയാണ് 9 ന്റെ സ്ക്വയർ റൂട്ട് എത്ര 3 2 ഇൻറ്റു 1 എന്താണ് 2. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് സ്പ്ലിറ്റ് ചെയ്തില്ല. 21 പ്ലസ് 3 ഡിവൈഡ് ബൈ 2 ഓർ 21 മൈനസ് 3 ഡിവൈഡ് ബൈ 21 പ്ലസ് 3 ഏതാ 24 ബൈ 2 ഓർ ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര 18 ബൈ അപ്പോൾ എത്ര കിട്ടും 12 ഓർ 9. അപ്പോൾ ഈ രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഒന്ന് 12 ഒന്ന് 9 വരും. മനസ്സിലായോ? അപ്പോൾ എക്സ് രണ്ടും ഇതാണ് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ കേട്ടോ കിട്ടിയത് എന്താണ് 12ഉം 9ഉം ആണ്. അപ്പോൾ 12 9 രണ്ട് സൈഡ് ഇതിൽ ഏതെങ്കിലും ഇത് എന്താണ് 12 മീറ്റർ ഇതെന്താണ് 9 മീറ്റർ. യൂണിറ്റ് എല്ലാം മീറ്ററിലായതുകൊണ്ട് എന്ത് പറയുക ഇത് 12 മീറ്റർ ലെങ്ത് 12 മീറ്റർ ബ്രെഡ്ത്ത് എത്രയാണ് 9 മീറ്റർ. The sides are of the rectangle. Rectangle are എത്രയാണ് 12 meter and 9 meter. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many consecutive natural numbers starting from 1 should be added to get 300? നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചതാണ്. അരിത്തമെറ്റിക് സീക്വൻസിലെ എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് n/2 സം ഓഫ് എന്താണ് അതിൻ്റെ സം കണ്ടുപിടിക്കണം. അരിത്തമെറ്റിക് സീക്വൻസിലെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 × 2a + n/1 × d ആണ്. ഇവിടെ നമുക്ക് സംഭവം ശരി തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. തുടർച്ചയായിട്ടുള്ള എന്താണ് ഹൗ മെനി കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 1 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് അപ്പോൾ അത്രേ 1 അല്ലേ 1 + 2 + 3 + 4 + 5 അങ്ങനെ എത്ര എണ്ണം കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 300 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സം തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് n × n + 1/2 എന്താണ് n × n + 1/2 ഇതാണ് മനസ്സിലാക്കുക. n × n + 1/2. അപ്പോൾ എസ് തന്നിട്ടുണ്ട്. എസ് എത്ര തന്നിരിക്കുന്നത് എസ് എത്ര 300 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ തിരിച്ചെടുക്കുക. n × n + 1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എസ്. എസ് എത്ര 300. ഇനി n × n എന്താണ് n സ്ക്വയർ n × +1 എന്താണ് n അല്ലേ n × 1 n ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 300. ഇനി നമുക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ള പോലെ ഈ ഇതിനെ ഇതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെ കിട്ടും n² + n ഇതിനെ ഇതുകൊണ്ട് അപ്പോൾ അത്ര 600. അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇതിനകത്ത് ഒരു സെക്കൻഡ് ഡിഗ്രി എന്താണ് ഇക്വേഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ വരേണ്ടത് ഡിഗ്രി എത്രയാണ് 2 ആയിരിക്കണം. അത് ഇനി അടുത്ത 1 ഉള്ളത്. ഇനി ഈ ടേം എന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റ് തേർഡ് ടേം എന്ന് പറയുന്നതാണ് ദ ടേം വിതൗട്ട് വേരിയബിൾ അല്ലേ. അതിനകത്ത് എന്ത് കാണില്ല അക്ഷരം കാണില്ല. അപ്പോൾ ഇനി അടുത്ത ഈ +600 എടുത്തുമ്പോൾ -600 എന്നിട്ടൊരു 0 കൊടുക്കുമ്പോഴേ എന്താവുള്ളൂ ഒരു സമവാക്യം അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ n² + n - 600 is equal to 0. ഇനി ചെയ്യേണ്ടത് എയുടെ വാല്യൂ എ എത്ര 1 ഉണ്ടല്ലോ. എന്നാണ് ഇവിടെ എക്സിന് വരെ എന്താ വന്നിരിക്കുന്നു n. അപ്പോൾ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ ഇത് തന്നെയാണ് 1 അല്ലേ. സിയുടെ വാല്യൂ എന്താണ് -600. ഇനി നമ്മൾ ചെയ്യേണ്ടത് b² - 4ac b² - 4ac is equal to b എത്ര 1² - 4ac 4 × a 1 × c 600. ഇതൊക്കെ ബ്രാക്കറ്റിനകത്ത് ചെയ്യുന്നതായിരിക്കും തെറ്റാതിരിക്കുന്നത്. കാരണം ഇതിനകത്ത് മൈനസ് വരുന്നത് കണ്ടല്ലോ. 1² എത്ര 1 -4 × 1 4 4 കണ്ടോ ഒരു മൈനസ് വന്നോ.
അപ്പോൾ എത്ര 2400. അപ്പോൾ 1 പ്ലസ് എത്ര 2400. അപ്പോൾ 2401. മൈനസും മൈനസും പ്ലസ് ആവും ഓർത്ത് വയ്ക്കുക. മൈനസും മൈനസും തവന്നു പ്ലസ്, മൈനസും പ്ലസും തവന്നു മൈനസ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ക്വാഡ്രാറ്റിക് എഴുതാം. therefore x എന്നല്ല എഴുതേണ്ടത്, ഇവിടെ നമുക്ക് n-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, n. അപ്പോൾ n is equal to minus b plus or minus square of b square minus 4ac divided by 2a is equal to minus b. b ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു 1 plus or minus root എത്ര കിട്ടി 2401 divided by 2 into a. ഇവിടെ എത്ര 1. ബാക്കി ഇങ്ങോട്ട് ചെയ്യണം. ഇനി അടുത്ത് ചെയ്യേണ്ടത് -1 എഴുതി പ്ലസ് ഓർ മൈനസ്. ഇതിന്റെ റൂട്ട് എന്താ 2401. 24നകത്ത് വരുന്ന നമ്പർ 3394465525 ഇല്ല, 4416. അപ്പോൾ ആദ്യത്തെ നമ്പർ 4 ആണ്. അപ്പോൾ ഒരു 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അല്ലേ, ഇതാണ് കിട്ടിയ ആൻസർ. ഓക്കെ, പോരാ. അപ്പോൾ 49 കൊണ്ട് നോക്കണം. നാളെ ഞാൻ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. 10 9 81. കിട്ടിയ ആൻസർ എത്രയാണ്? ആൻസർ 49 ഡിവൈഡ് ബൈ 2 into 1 എത്ര 2. ഇനി -1 ഇത് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. പ്ലസ് 49 ഡിവൈഡ് ബൈ 2 ഓർ -1 minus 49 ഡിവൈഡ് ബൈ 2. പ്ലസും മൈനസും വരുമ്പോൾ ഡിഫറൻസ് ആണ്. 49 ഇത് 1 മൈനസ് ഇപ്പോൾ എത്ര കിട്ടും 48 ഡിവൈഡ്സ് പ്ലസ് 48 by 2 ഓർ സെയിം സൈൻ ആണെങ്കിൽ ഇത് ആഡ് ചെയ്യണം അല്ലേ. -1 -49 -50 ഡിവൈഡ് ബൈ 2 is equal to 24 or -25. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഒരു പോസിറ്റീവ് നമ്പർ കിട്ടി, ഒരു നെഗറ്റീവ് നമ്പർ കിട്ടി. അപ്പോൾ നമുക്ക് എടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് അക്സെപ്റ്റ് വാല്യൂ ഏതാണ് 24. എടുക്കേണ്ട വാല്യൂ ഏതാണ് 24. നമ്മൾ നെഗറ്റീവ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നു. ഹൗ മെനി കൺസിഡറേറ്റ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡ് ടു ഗെറ്റ് 300 അല്ലേ. അപ്പോൾ എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തത് 24 നമ്പേഴ്സ് അല്ലേ ഷുഡ് ബി ആഡ് ടു ഗെറ്റ് എത്രയാണ് the sum 300. അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് നമ്പർ added to 1 gives its own square എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ആണ്. 1നോട് ഏത് അൺനോൺ നമ്പർ, ഒരു അറിയാത്ത ഒരു നമ്പറാണ്, നമുക്കത് പേര് എന്താ കൊടുക്കേണ്ടത് x എന്ന് പേര് കൊടുക്കാം. അപ്പോൾ 1നോട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആ നമ്പറിൻ്റെ തന്നെ, ആ അൺനോൺ നമ്പറിൻ്റെ തന്നെ എന്ത് കിട്ടുന്നു ഗിവ്സ് ഇറ്റ്സ് ഓൺ സ്ക്വയർ, അതിൻ്റെ തന്നെ സ്ക്വയർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് നമ്പറിനോടും 1നോട് കൂടി ഏത് നമ്പർ ആഡ് ചെയ്താൽ അതിൻ്റെ തന്നെ സ്ക്വയർ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ തന്നെ സ്ക്വയർ, ആ നമ്പർ നമുക്ക് ആ നമ്പർ എന്ത് പേര് കൊടുക്കാം അല്ലേ. എന്താണ് കൊടുക്കേണ്ടത് എക്സ്. അപ്പോൾ ലെറ്റ് ദ നമ്പർ ബി എക്സ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നു വാട്ട് നമ്പർ ആഡ് ടു 1. 1നോട് നമുക്ക് ആഡ് ചെയ്യാം. 1നോട് ഏത് നമ്പർ ആഡ് ചെയ്താൽ ആ നമ്പർ ഏതാണ് എക്സ് കൊടുക്കും. അപ്പോൾ എന്താ കിട്ടുന്നത് ആ നമ്പറിൻ്റെ തന്നെ സ്ക്വയർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഇത് എക്സ് സ്ക്വയർക്ക് അപ്പുറത്ത് പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് എന്ന് എഴുതി. ഇത് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇപ്പുറത്തുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 1 ഇപ്പുറത്തുമ്പോൾ -1 ഈസ് ഈക്വൽ ടു 0. ഇത് ചെയ്യേണ്ടത് എയുടെ വാല്യൂ എത്ര 1, ബിയുടെ വാല്യൂ -1, കേട്ടല്ലോ പ്ലേസ് വാല്യൂ -1, സിയുടെ വാല്യൂ എന്താണ് -1 തന്നെയാണ്. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് ബി സ്ക്വയർ -4ac. ബി സ്ക്വയർ ബി എത്ര -1 സ്ക്വയർ b square -4ac is equal to b ഇവിടെ എന്താ -1 square -4ac. 4 into a
1 into C എത്ര മൈനസ് 1. മൈനസ് 1 into മൈനസ് 1 എന്താണ് പ്ലസ് 1. മൈനസ് 4 to 1 4. 4 to മൈനസ് 1 മൈനസ് 4. ഇനി 1 മൈനസ് മൈനസ് പ്ലസ് ആയി 4. അപ്പോൾ അത്ര ആൻസർ 5. അപ്പോൾ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4 സി നമുക്ക് എന്ത് കിട്ടി 5 കിട്ടി. ഇനി ചെയ്യേണ്ടത് therefore x ന്റെ വാല്യൂ പഠിക്കേണ്ടത് x is equal to minus b plus or minus square of b square minus 4ac divided by 2a. അപ്പോൾ മൈനസ് ഇട്ടു b ഇവിടെ എത്ര വന്നിരിക്കുന്നു മൈനസ് 1 പ്ലസ് ഓർ മൈനസ് b സ്ക്വയർ മൈനസ് 4c ഇവിടെ എത്ര 5at divided by 2 into a എത്ര 1 is equal to minus minus plus I plus or minus root 5 by 2 into 1 എത്ര 2. ഇനി അടുത്ത സ്റ്റെപ്പ് 1 plus root 5 divided by 2 or 1 minus root 5 divided by 2. നിങ്ങൾ ഇതാണ് നമുക്ക് ആൻസർ. ഇനി റൂട്ട് 5ന്റെ വാല്യൂ 2 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം നല്ല ടീച്ചേഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്ര എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ധൈര്യമായിട്ട് പോവുക. ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് എക്സ് എന്ന് പറയുന്നത്. എക്സിന്റെ വാല്യൂ ഒക്കെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇൻ റൈറ്റിംഗ് ദ ഇക്വേഷൻ ടു കൺസ്ട്രക്ട് എ റെക്ടാങ്കിൾ ഓഫ് സ്പെസിഫൈഡ് പെരിമീറ്റർ ആൻഡ് ഏരിയ ദ പെരിമീറ്റർ വാസ് റോങ്ലി റിട്ടൺ ആസ് 24 ഇൻസ്റ്റെഡ് ഓഫ് 42. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതിന് പകരമായിട്ട് എത്ര അടി എന്നാണ് പറഞ്ഞിരിക്കുന്നു 40 ഇൻസ്റ്റെഡ് ഓഫ് 42 42 പകരം ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയായിട്ട് എഴുതപ്പെട്ടു 24. The length of a side was then computed as a 10 meter. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്ത് അവിടെ കമ്പ്യൂട്ട് ചെയ്തു ഒരു സൈഡ് എന്ന് പറയുന്നത് എത്ര അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്താണ് 10 എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഇൻ ദ പ്രോബ്ലം ആ ഏരിയയുടെ ആ പ്രോബ്ലത്തിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ പരപ്പളമാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ഇൻ ദ കറക്റ്റ് പ്രോബ്ലം. അപ്പോൾ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ലെങ്തും ബ്രെഡ്ത്തുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ 2 ട്രയാങ്കിൾ റെക്ടാങ്കിൾ വരച്ച് വയ്ക്കുക. എന്താണ് വരച്ച് വയ്ക്കേണ്ടത് 2 റെക്ടാങ്കിൾ മറക്കരുത്. ഇത്ര ക്വസ്റ്റ്യൻ വന്നാൽ അവർ ക്വസ്റ്റ്യൻ തെറ്റിച്ച് തന്നാലും നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. നമുക്ക് അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് 2 റെക്ടാങ്കിൾ വരച്ചു. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ റെക്ടാങ്കിൾ എത്രയാണ് എന്തിന് പകരം 42ന് പകരം എത്ര എഴുതി 24 എഴുതി. ഓക്കെ നമുക്ക് ആ 24 എടുക്കാം. ആ 24 ഇതിൻ്റെ പെരിമീറ്ററാണ് 24. അപ്പോൾ 24 ആകുമ്പോഴത്തേക്ക് ഇതും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നത്. അപ്പോൾ ഇതും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടും 12. അതിൻ്റെ പകുതി എടുക്കുക. ഇതിൻ്റെ ഹാഫ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യപ്പെട്ടു എന്നാണ് പറയാം എത്രയാണ് അത് എത്ര 10 മീറ്റർ ആണെന്ന് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 മീറ്റർ അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 10 ആണെങ്കിൽ 2 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 12 പറഞ്ഞത് ഇതിൻ്റെ ഹാഫ് എത്രയാണ് 12. അപ്പോൾ 12ൽ 1 10 ആണെങ്കിൽ മറ്റൊന്നായിരിക്കും 2 മീറ്റർ. ഓക്കെ അപ്പോൾ അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താണ്? അപ്പോൾ ഇങ്ങനെ ഈ ഫസ്റ്റ് ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ഈ തന്നിരിക്കുന്ന 24 വെച്ചാണ് അതിൻ്റെ പെരിമീറ്റർ 24 വെച്ചാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും 10 into 2 കണ്ടോ 10 into 2. അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ് ഏരിയ. അപ്പോൾ ആദ്യത്തെ ഏരിയ ചോദിച്ചിട്ടുണ്ട് ഏരിയ ലെങ്ത് ടു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ എത്ര പറഞ്ഞിരിക്കുന്നു 10 into 2. അപ്പോൾ അത്ര 20 എന്താണ് സ്ക്വയർ മീറ്റർ ആണ് അതിൻ്റെ ഏരിയ. അത് അവിടെ നിന്നോട്ടെ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കത് എന്തിന് ഇൻസ്റ്റെഡ് ഓഫ് 42 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 42ന് പകരമാണ് എത്ര എഴുതിയത് 24. ഇനി നമുക്ക് 42 ചെയ്യാം 42 ചെയ്യാം. 42 ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹാഫ് എത്ര വരും 21. എത്രയാണ് 21. പക്ഷേ ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള എത്രയാണെന്നുള്ളതിൻ്റെ ലെങ്ത് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പേര് കൊടുക്കാം അതിന് നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും 21 മൈനസ് എക്സ്. ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു 10 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 10 കിട്ടി. അപ്പോൾ മറ്റു കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു 2 അല്ലേ 10 2 അതാണ് 12. ഇതിൻ്റെ ഹാഫ് 12 അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. 42ൻ്റെ ഹാഫ് എത്ര 21. അപ്പോൾ ഇതിന് വരെ നമ്മൾ കൊടുത്തു എക്സ് കൊടുത്തു. അപ്പോൾ ഇതെന്തായിരിക്കും 2 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 21. അപ്പോൾ ഇതെന്തായിരിക്കും 21 മൈനസ് എക്സ്. ഓക്കെ ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഏരിയ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഇതെഴുതാമായിരുന്നു ഏരിയ ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ അല്ലെ ഏരിയ ഓഫ് ദ സെക്കൻഡ് റെക്ടാങ്കിൾ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഏരിയ ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ ഇതെന്തിനാണ് ഏരിയ
സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾ ആദ്യ സ്റ്റെപ്സ് കേട്ടോ. അപ്പോൾ എന്താണ് എക്സ് ഇൻറ്റു എത്രയാ 21 മൈനസ് എക്സ്. ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഏരിയ ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ 10 ഇൻറ്റു 2. അപ്പോൾ ഇത്ര എഴുതി. ഏരിയ ഓഫ് ദ സെക്കൻഡ് റെക്ടാങ്കിൾ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഇൻറ്റു 21 എന്താണ്? 21 എക്സ്. എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്താണ്? മൈനസ് എക്സ് സ്ക്വയർ. അത് കിട്ടി. അവിടെയും എന്താണ്? 3 m സ്ക്വയർ ആണ്. അത് കിട്ടി. ഇത് രണ്ടിൻ്റെയും ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. രണ്ടിൻ്റെ ഏരിയ എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 21. അപ്പോൾ ആദ്യം ഇത് എടുക്കാം. 21 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 20. ഇനി അടുത്ത് മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതി, പ്ലസ് 21 എക്സ് രണ്ടാമത് എഴുതി. ഇപ്പുറത്ത് നടക്കുന്നതിനെ അപ്പുറത്ത് നടക്കുന്ന ഇപ്പുറത്ത് കൊണ്ടുവന്നു. മൈനസ് 20 ഈസ് ഈക്വൽ ടു 0. ഇനി ചെയ്യേണ്ടത് ഈ സൈൻ നമ്മൾ മൈനസ് കേട്ടോ. എയുടെ വാല്യൂ ബിയുടെ വാല്യൂ സിയുടെ വാല്യൂ ഇപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ വേണ്ട, പോസിറ്റീവ് ആക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 21 എക്സ് മൈനസ് 20 തന്നു പ്ലസ് 20 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അടുത്ത് വെട്ടാനും ഇതെന്താണ്? പ്ലേസ് വാല്യൂ 1. ഇതിൻ്റെ പ്ലേസ് ഇതെന്താണ്? ഒരു ഓഡ് നമ്പർ. ഇതെന്താണ്? ഒരു ഈവൻ നമ്പർ. എല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് കാര്യം നമ്മളെല്ലാം പടപടാതെ രണ്ടുകൊണ്ട് വെട്ടി പോകുന്നതിന് ഓക്കെ പറ്റില്ല. അപ്പോൾ എയുടെ വാല്യൂ എത്ര? 1. ബിയുടെ വാല്യൂ എത്ര? മൈനസ് 21. സിയുടെ വാല്യൂ എത്ര? 20. അപ്പോൾ ഇനി അടുത്ത് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു മൈനസ് 21 സ്ക്വയർ മൈനസ് 4ac. 4 ഇൻറ്റു എ എത്ര? 1 ഇൻറ്റു സി. സി എത്ര? 20. മൈനസ് 21 ഇൻറ്റു മൈനസ് 21 പ്ലസ് 440 അല്ലേ? മൈനസ് 41. 4 ഇൻറ്റു 20 എത്ര? 80. 441 നിന്നും 80 മൈനസ് ചെയ്യാം. 361 കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് എത്ര കിട്ടിയത്? 361. ഇനി ചെയ്യേണ്ടത് therefore എക്സിന്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് 4 മൈനസ് 4 ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ഈസ് ഈക്വൽ ടു മൈനസ് ബി. ബി ഇവിടെ എത്ര? മൈനസ് 21 പ്ലസ് 4 മൈനസ് ഇവിടെ റൂട്ട് എത്ര കിട്ടി? 361 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എത്ര? 1 ഈസ് ഈക്വൽ ടു മൈനസ് മൈനസ് പ്ലസ് ആയി 21 പ്ലസ് 4 മൈനസ് ഇതിൻ്റെ റൂട്ട് എത്ര നോക്കാം? 361. 3ക്കകത്ത് വരുന്ന നമ്പർ 1 ഇൻറ്റു 1 2 ഇൻറ്റു 2 4 അല്ല. അപ്പോൾ 2 ഇൻറ്റു 2 4 1 ആണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഡിജിറ്റ് 1. അപ്പോൾ 1's പ്ലേസ് 10's പ്ലേസ് ഇത് 1. ഇതിൻ്റെ 1's പ്ലേസ് നോക്കാം. ഒന്നുകിൽ 11 ആയിരിക്കും അല്ലെങ്കിൽ 19 ആയിരിക്കും. 11 ആയിരിക്കും 19 ആയിരിക്കും. 19 തന്നെ ആൻസർ കേട്ടോ. 19. 2 ഇൻറ്റു 1 എത്ര? 2. 19 ഇൻറ്റു 19 ആണ് എത്ര? 361. അതിപ്പോൾ അത് കിട്ടി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് ചെയ്യാം. 21 പ്ലസ് 90 ഡിവൈഡ് ബൈ 2 ഓർ 21 മൈനസ് 90 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഈക്വൽ 40 ഡിവൈഡ് ബൈ 2 ഓർ ഇത് മൈനസ് സിമ്പിൾ 2 ബൈ 2 അല്ലേ? അപ്പോൾ ആൻസർ 20 ഓർ 1 കേട്ടോ. 20 ഓർ 1. അപ്പോൾ 20ഉം 1ഉം ആണ് അതിൻ്റെ ആൻസർ. കറക്റ്റ് അല്ലേ? 20ഉം 1ഉം അല്ലേ? നമ്മൾ നേരത്തെ ആ കാണിച്ചിരുന്ന റെക്ടാങ്കിളിലെ അതിൻ്റെ 42 ആയിരുന്നതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്ത് 21. ഇതുകൂടെ പ്ലസ് ചെയ്യുമ്പോൾ 21. 20യും 1 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 21. രണ്ട് പോസിറ്റീവ് നമ്പർ നമുക്കതങ്ങനെ കഴിയും. ഓക്കെ, അതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? 20യും. In copying a second degree equation to solve it, the term without x was written as 24 instead of minus 24. ഇവിടെ ഒരു ടേം എഴുതിയിരിക്കുന്നത് -24. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ -24ന് പകരം ഇവിടെ എത്രയായിട്ട് എഴുതപ്പെട്ടു? 24. The answers are found by our 4 and 6. നമുക്കറിയാലോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 2 എലമെന്റ്സ് ഉണ്ടായിരിക്കും. എക്സിന് 2 വാല്യൂസ് ഉണ്ടായിരിക്കും. എലമെന്റ്സ് അതിൽ അങ്ങനെ എക്സിന്റെ വാല്യൂസ് ആണ് 4 and 6. വാട്ട് ആർ ദ ആൻസേഴ്സ് ഓഫ് ദ കറക്റ്റ് പ്രോബ്ലം? അപ്പോൾ നമുക്ക് അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ax square plus bx plus c is equal to 0 അല്ലേ? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ax square plus bx plus c is equal to 0.
ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട് 4 6. ഇതുകൊണ്ട് നമ്മൾ രണ്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമ്മളത് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്. നമുക്ക് ഇവിടെ അതാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. നോക്കാം. ആദ്യം നമുക്ക് എക്സ് നമുക്ക് രണ്ട് വാല്യൂ തന്നിട്ടുണ്ട് 4 and 6. അപ്പോൾ എക്സിന് നമുക്ക് ആദ്യം 4 കൊടുക്കാം. എക്സ് എവിടെയുണ്ടോ അവിടേക്ക് നമുക്ക് 4 കൊടുക്കാം. അപ്പോൾ a into 4 square plus b into 4 plus സിക്ക് പകരം അവിടെ റോക്കിലി റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ആസ് 24. അപ്പോൾ അവിടെ +24 എഴുതുക. അതായത് ഈ 24 എന്ന് പറയുന്നത് ദ ടേം വിത്തൗട്ട് വേരിയബിൾ ആണ് അല്ലേ, വേരിയബിൾ ഇല്ലാത്ത ചരമില്ലാത്ത ഒരു ടേമാണ് ഏത് 24. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ -24 വരും അവർ എഴുതി എത്രയായിരുന്നു, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് എത്രയായിരുന്നു, +24 ആയിരുന്നു. ഇനി ഇത് വെച്ച് നമുക്ക് നോക്കാം. 4 square എന്താണ് 4 into 4 16 into a 16a 4 into plus b plus 4b plus 24 is equal to 0. ഇനി നമുക്ക് എയും ബിയും ഉള്ളത് നമുക്ക് താഴോട്ട് ഇറക്കി എഴുതാം. 16a plus 4b plus 24 അപ്പുറത്തുമ്പോൾ -24. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു ഭാഗമാണത്. അതായത് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അത് മാത്രം ഈക്വൽസ് ഇപ്പുറത്ത് എഴുതുക, അല്ലാത്ത നമ്പേഴ്സിനെ എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. ഇനി ഇതെല്ലാം എത്ര ഡിവിസിബിൾ ആണ്, 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. 16 4ന്റെ മൾട്ടിപ്പിൾ, 4ന്റെ മൾട്ടിപ്പിൾ, -24 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ, 24 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, a പ്ലസ് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ b, സോറി. അപ്പോൾ 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4a പ്ലസ് 4ba 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ b is equal to -24 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -6. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി അടുത്ത നമുക്ക് 6 കൊണ്ട് നോക്കാം. x എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് 6 കൊടുക്കാം. അപ്പോൾ a into 6 square plus b into 6 plus എത്ര 24 is equal to 0. 6 square 6 into 6 എന്താണ് 36a അല്ലേ, 36a plus 6 into b 6b ഇനി +24 അപ്പുറത്തുമ്പോൾ -24. ഇതും എല്ലാം എത്ര ഡിവിസിബിൾ ആണ് ശ്രദ്ധിക്കേണ്ടത്, 6ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം എത്ര വെട്ടി പോകും, 6 കൊണ്ട്. അപ്പോൾ 36നെ 6 കൊണ്ട് വെട്ടി 36നെ 6 കൊണ്ട് വെട്ടിപ്പോൾ എത്ര കിട്ടും, 6 അല്ലേ, 6a. 6നെ 6 കൊണ്ട് വെട്ടിപ്പോൾ എത്ര കിട്ടും, 1. അപ്പോൾ b 1b -24നെ 6 കൊണ്ട് വെട്ടിപ്പോൾ എത്ര കിട്ടും, 4 അല്ലേ, -4. ഇത് എത്രാമത്തെ, രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യണം. അതാണ് വേണ്ടത്. ഒന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു, 4a plus b is equal to -6. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, 6a plus b is equal to -4. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പെയർ ഒരുപോലെ ഇരിക്കണം നോക്കുക. ഇവിടെ 4a ഉണ്ട് 6a ഉണ്ട്, ഒരുപോലെയല്ല. കാരണം ഇതിന്റെ പ്ലേസ് വാല്യൂ 4, ഇതിന്റെ പ്ലേസ് വാല്യൂ 6. ഇവിടെ b ഇവിടെ b ഒരുപോലെ വരുന്നുണ്ട്. ഇവിടെ പ്ലേസ് വാല്യൂ 1, ഇവിടെ പ്ലേസ് വാല്യൂ 1 ഒരുപോലെ ഇരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരുപോലെ വരുന്ന ആ ഒരു പെയർ നമുക്ക് ഇവിടെ 0 ആകണം. 0 ആവണമെങ്കിൽ +1b +1b ഇവിടെ 2b ആവും. അപ്പോൾ നമുക്ക് ഇവിടെ 0 വരാൻ എന്ത് ചെയ്യണം, മൈനസ് കൊടുത്തു, -b അല്ലേ. അത് ബ്രാക്കറ്റിനകത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, സൈൻ മാറ്റുമ്പോൾ എല്ലാ അടിയുള്ള എല്ലാത്തിന്റെയും സൈൻ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ -4 എന്താവുന്നു, +4 ആവുന്നു, +6 എന്താവുന്നു, -6. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4a -6a ആണല്ലോ. ഡിഫറൻറ്റ് സൈൻസ് നമ്മൾ ഡിഫറൻസ് ആണ്. 6a 4a മൈനസ് ചെയ്യുമ്പോൾ 2a. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻസ് കണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുക, വലുതിന്റെ സൈൻ കൊടുക്കുകയില്ലേ. ഇവിടെ ഏതാണ് മൈനസ്, +b -b 0. ഇനി -6 + 4 അതും ഡിഫറൻറ്റ് സൈൻസ് ആണ്. അപ്പോൾ 6 4 മൈനസ് ചെയ്യുമ്പോൾ 2 ഗ്രേറ്റർ സൈൻ മൈനസ് കണ്ടല്ലോ. അപ്പോൾ -2a is equal to -2. ഒരേ സൈൻ ഈക്വൽസ് അപ്പുറം വന്നാൽ അത് ക്യാൻസൽ ആവും, പ്ലസ് ആവും അല്ലേ. therefore a is equal to 2 divided by 2 is equal to 1. അപ്പോൾ നമുക്ക് ഇതിലെ a യുടെ വാല്യൂ കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് b യുടെ വാല്യൂ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് സെൻറ്റൻസ് ഇക്വേഷൻസിനെ ആദ്യത്തെ നമുക്ക് എടുക്കാം. എന്താണ് 4a plus b is equal to -6. അത് എടുത്തു. എന്തിനു വേണ്ടിയാണ് അത് എടുത്തത്, നമുക്ക് ഫസ്റ്റ് a യുടെ വാല്യൂ കിട്ടി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്, b യുടെ വാല്യൂ ആണ്. ഇനി
എക്ക് പകരം നമുക്ക് എത്ര കിട്ടി ആൻസർ? എയുടെ വാല്യൂ എത്ര കിട്ടി? 1. അപ്പോൾ 4 into 1 പ്ലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് 6. 4 to 1 എന്താണ്? 4 പ്ലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് 6. therefore b is equal to minus 6 plus 4 അപ്പുറത്തുമ്പോൾ മൈനസ് 4. ഒരേ സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും അല്ലേ? മൈനസ് 6ഉം മൈനസ് 4 എത്ര? 10. എന്ത് 10? വരുന്ന സൈൻ ഇവിടെ നമുക്ക് അങ്ങനെ നോക്കാം. ഒരേ സൈൻ വന്നാൽ അതിന്റെ സൈൻ കൊടുത്താൽ മതി. പക്ഷേ മൈനസ് 6ഉം മൈനസ് 4 എന്താണ്? മൈനസ് 10. അപ്പോൾ എ ഇവിടെ 30, 130, ബി ഇവിടെ 30, 10. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അത് നമ്മൾ എഴുതുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് പകരമായിട്ട് 24ന് പകരം എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? 24ന് പകരം മൈനസ് 24ന് പകരം 24 എഴുതിയതാണ്. ഇനി നമ്മൾ അടുത്തിവിടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ മൈനസ് 24 ആണ് എഴുതുന്നത് അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആ പ്രോബ്ലം കിട്ടാൻ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് 24 ആദ്യം നമ്മൾ പ്ലസ് 24 ഇട്ട് ചെയ്തു. ഇനി അടുത്ത് ചെയ്യേണ്ടത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മൈനസ് 24 ഇവിടെ കൊടുക്കാം. എക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? 1 കൊടുക്കാം. ബിക്ക് പകരം കൊടുക്കാം മൈനസ് 10 കൊടുക്കാം. എ 1 അല്ലേ? എക്ക് ഒരു 1 അല്ലേ? 1 into x square 1 into x square 1 into x square plus b ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു? മൈനസ് 10 അല്ലേ? മൈനസ് 10 into x പ്ലസ് ഇനി അടുത്ത് c എത്ര പറഞ്ഞിരിക്കുന്നു? മൈനസ് 24 ഈസ് ഈക്വൽ ടു 0. 1 into x square എന്താണ്? x square തന്നെയാണ്. പ്ലസ് മൈനസ് മൈനസ് 10 into x എന്താണ്? മൈനസ് 10x മൈനസ് 24 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ തയ്യാറാക്കി. അതിന്റെ ഫോം ആണ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്ക് പകരം കൊടുത്തു 1 കൊടുത്തു, ബിക്ക് പകരം കൊടുത്തു മൈനസ് 10 കൊടുത്തു. അതായത് ഇങ്ങനെ ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ x സ്ക്വയർ മൈനസ് 10x മൈനസ് 24 ഈസ് ഈക്വൽ ടു 0. നമ്മുടെ ആൻസർ കണ്ടുപിടിക്കേണ്ട അവസാനത്തെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പ്ലേസ് വാല്യൂസ് നമ്മൾ സോർട്ട് ചെയ്യും. എയുടെ വാല്യൂ എത്ര? 1. ബി എത്ര? അതിന് മുമ്പായിട്ട് ഓക്കെ മൈനസ് 10. സി എത്ര? മൈനസ് 24. ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനന്റ് കാണുക. ബി സ്ക്വയർ മൈനസ് 10 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്ര? 1 ഇൻറ്റു സി മൈനസ് 24 മൈനസ് 10 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ മൈനസ് 10 ടു മൈനസ് 10 ആണ്. അപ്പോൾ എന്താ? 100 മൈനസ് 4 ടു 1 4 ഇൻറ്റു മൈനസ് 24. അപ്പോൾ മൈനസ് എത്രയാണ്? 24നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 96. അപ്പോൾ 100 പ്ലസ് 96 ഈസ് ഈക്വൽ ടു 196. എങ്ങനെ മൈനസ് മൈനസ് കൂടെ എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. ഇനി അടുത്ത സ്റ്റെപ്പ് therefore നമുക്ക് x ന്റെ വാല്യൂ എന്താണ്? x ന്റെ സൊല്യൂഷൻ അല്ലേ? മൈനസ് b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ഈസ് ഈക്വൽ ടു മൈനസ് b ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു? b ഇവിടെ എത്രയാണ്? മൈനസ് 10 കണ്ടല്ലോ, അത് കൊടുത്തു. ഇനി അടുത്ത് പ്ലസ് ഓർ മൈനസ് ഇനി റൂട്ട് ഇട്ടു. റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ഇവിടെ നമുക്ക് എത്ര കിട്ടി? 196 ഡിവൈഡ് ബൈ 2a 2 into a ഇവിടെ എത്ര? 1. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരേ സൈൻ വന്നാൽ നമ്മൾ ഈ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറും. 10 പ്ലസ് ഓർ മൈനസ് ഇതിന്റെ റൂട്ട് എത്രയാണ്? ആൻസർ 196 ന്റെ റൂട്ട് എത്രയാണ്? എത്ര? 16 ആണെങ്കിൽ 16 into 16 എന്താണ്? 256. അപ്പോൾ 14 ആയിരിക്കും ആൻസർ. എത്രയാണ്? 14. 2 into 1 2. നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞിരിക്കുന്നു. 10 plus 14 divided by 2 10 plus 14 divided by 2 or അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കും അല്ലേ? 10 plus 14/2 or 10 minus 14/2 10 minus 14/2 10 plus 14 എന്താണ്? 24 divided by 2 or 10 minus 14 14 10 മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടും 4 വലുത് സൈൻ മൈനസ് മൈനസ് 4/2. ഇനി 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 or മൈനസ് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2. 10 or -2 ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ആൻസേഴ്സ് ഓഫ് ദ കറക്റ്റ് പ്രോബ്ലം?
ഏതൊക്കെയാണ് എൻ്റെ ആൻസർ? 12 ആൻഡ് -2.